ഇന്ന് സംസാരിക്കുന്നത് വിവിധ നാടകങ്ങളെ പറ്റിയും അത് രചിച്ച സാഹിത്യകാരന്മാരെ പറ്റിയുമാണ്. അതിലൊന്നാമതായി സംസ്കൃത നാടക വിവർത്തനങ്ങൾ എന്ന ശ്രേണിയിൽ വരുന്ന നാടകങ്ങളെ പറ്റിയാണ്. അതിലാദ്യം ആയില്യം തിരുനാൾ വിവർത്തനം ചെയ്ത ഭാഷാ ശാകുന്തളം ഗദ്യം, കേരളവർമ്മ വലിയകോയി തമ്പുരാൻ വിവർത്തനം ചെയ്ത അഭിജ്ഞാന ശാകുന്തളം, അത് 1882 അതിനെ അദ്ദേഹം തന്നെ മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ 1912 പരിഷ്കരിച്ചു. ചാത്തുക്കുട്ടി മന്നാടി വിവർത്തനം ചെയ്ത ഗ്രന്ഥങ്ങൾ രാമഭദ്ര ദീക്ഷിതരുടെ ജാനകീഭരണയവും ഭവഭൂതിയുടെ ഉത്തരരാമചരിതവും, കെ നാരായണമേനോൻ വിവർത്തനം ചെയ്ത കാളിദാസൻ്റെ മാളവികാഗ്നിമിത്രം, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും വിവർത്തനം ചെയ്ത കാളിദാസൻ്റെ വിക്രമോർവശീയം, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വിവർത്തനം ചെയ്ത ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണി, AR രാജരാജ വർമ്മയുടെ മലയാള ശാകുന്തളം, സ്വപ്ന വാസവദത്തം, ചാരുദത്തം എന്നീ വിവർത്തനങ്ങൾ. ഇനി ആധുനിക കാലത്താണെങ്കിൽ കാവാലം നാരായണ പണിക്കർ സംസ്കൃത നാടക വിവർത്തനങ്ങൾ നാടകത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായി മധ്യമ ബയോഗം, ഊരുഭംഗം, ഭഗവത് അച്ചുകം, ശാകുന്തളം, കർണഭാരം. ഇനി കൂടിയാട്ടം, നമ്മുടെ കൂടിയാട്ടം എന്നുള്ളത് സംസ്കൃത നാടക വിവർത്തനത്തിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ കുലശേഖരൻ്റെ സുഭദ്ര ധനഞ്ജയം, തപതി സംവരണം, മഹേന്ദ്രവർമ്മൻ്റെ ഭഗവത് അച്ചുകം, ഹാസൻ്റെ സ്വപ്നവാസവദത്തം, പ്രതിമാ നാടകം, ഹർഷൻ്റെ നാഗാനന്ദം, ബോധായനൻ്റെ മത്തവിലാസം, ഇതെല്ലാം സംസ്കൃത നാടക വിവർത്തനത്തിൽ ഉൾപ്പെട്ട് വരുന്നു. രണ്ടാമതായി സംഗീത നാടകങ്ങൾ. അതിൻ്റെ തമിഴ് സംഗീത നാടക സെറ്റുകൾ കല്യാണരാമൻ സെറ്റ്, രാമഡു സെറ്റ്, ഷാമി അയ്യർ സെറ്റ് മുതലായവയാണ്. ഇനി തമിഴ് നാടക കമ്പനികൾ ഗുലേ ബക്കാവലി, പാഴ്സി ലളിതാംഗി, കോവലൻ ചരിതം, നല്ല തങ്കാൾ ചരിതം എന്നീ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വിവിധ തമിഴ് നാടക കമ്പനികൾ. ഇനി 47 സംഗീത നാടകം രചിച്ച VS ആൻഡ്രൂസിൻ്റെ പേര് സ്മരണീയമാണ്. KC കേശവപിള്ള രചിച്ച സദാരാമ, അതുപോലെ തന്നെ ആദ്യത്തെ സംഗീത നാടകം എന്ന പേരിൽ അറിയപ്പെടുന്നത് TC അച്യുതമേനോൻ്റെ സംഗീത നൈഷധമാണ്. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ സംഗീത നാടകമാണ് മദന കാമരാജൻ. അതുപോലെ എരുവയിൽ ചക്രപാണി വാര്യരുടെ സംഗീത നാടകമാണ് ഹരിചന്ദ്ര ചരിതം. പിന്നെ ഇനി മലയാളത്തിലെ വിവിധ സമിതികൾ ഓച്ചിറ വേലുക്കുട്ടി, കുഴിയിൽ താണുപിള്ള എന്നിവരുടെ ഓച്ചിറ പരമ്പരമോദയ സംഗീത നാടകസഭ, TC അച്യുതമേനോൻ്റെ വിനോദ ചിന്താമണി നാടകസമിതി, തിരുവട്ടാർ നാരായണപിള്ളയുടെ മനോമോഹനം കമ്പനി, ചാത്തുക്കുട്ടി മന്നാടിയരുടെ രസികരഞ്ജിനി, കോട്ടയ്ക്കൽ PS വാര്യരുടെ പരമശിവവിലാസ നാടക കമ്പനി, സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരുടെ കൈരളി കുസുമം സമിതിയൊക്കെ ഇങ്ങനത്തെ സംഗീത നാടക കമ്പനികളാണ്. ഇനി സാമൂഹ്യ നാടകങ്ങളുടെ പേരുകൾ. കൊച്ചിപ്പൻ തരകൻ രചിച്ച മറിയാമ്മ നാടകം, VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, MR ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, MB ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ പ്രേംജിയുടെ ഋതുമതി, K ദാമോദരൻ്റെ പാട്ടബാക്കി, തൊപ്പൽവാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ചെറുകാടിൻ്റെ നമ്മളൊന്ന്, KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ്, N കൃഷ്ണപിള്ളയുടെ ഭഗ്നഭവനം, ഇതെല്ലാം സാമൂഹ്യ നാടകങ്ങൾ എന്ന ശ്രേണിയിൽ വരുന്നതാണ്. ഇനി പ്രഹസനങ്ങളെ പറ്റിയാണ്. CV രാമൻപിള്ളയുടെ ചന്ദ്രമുഖി വിലാസം, കുറുപ്പില്ല കളരി, പണ്ടത്തെ പാച്ചൻ, ചെറുതേൻ, കൊളംബസ്, നന്ദനാങ്കോട്ട് ഹരിചന്ദ്രൻ, കൈമളശൻ്റെ കടശിക്കൈ എന്നിവയെല്ലാം പ്രഹസനങ്ങളിൽ ഉൾപ്പെടുന്നു. അതുപോലെ EV കൃഷ്ണപിള്ളയുടെ പ്രഹസനങ്ങളാണ് BA മായാവി, കുറുപ്പിൻ്റെ ഡെയിലി, കള്ളപ്രമാണം മുതലായവ. ഇനി അഞ്ചാമതായി രാഷ്ട്രീയ നാടകങ്ങളെ പറ്റിയാണ്. K ദാമോദരൻ്റെ പട്ടവാക്കി, ഇളശ്ശേരിയുടെ കൂട്ടുകൃഷി, ചെറുകാടിൻ്റെ നമ്മളൊന്ന്, സ്വതന്ത്ര വിശുദ്ധ നുണ, ഈ മണ്ണ് മനുഷ്യൻ്റേതാണ്. അതുപോലെ തോപ്പിൽ ഭാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, KJ ബേബിയുടെ അന്തരിച്ച KG ബേബിയുടെ നാട്ടുഗദ്ദിക, പിന്നെ സിവിക് ചന്ദ്രൻ്റെ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി, ഇതെല്ലാം രാഷ്ട്രീയ നാടകങ്ങൾ ഉൾപ്പെടുത്താം. അതുപോലെ പരീക്ഷണ നാടകം, അതിലേറ്റവും പ്രശസ്തം പുളിമാന പരമേശ്വരൻ പിള്ളയുടെ സമത്വവാദി, എക്സ്പ്രഷനിസം എന്ന സങ്കല്പം ഉപയോഗിച്ച് രചിച്ചതാണ്. CJ തോമസിൻ്റെ 1128 ക്രൈം 27, 1128 ക്രൈം 27 എന്ന അസംബന്ധവാദത്തിൽ അധിഷ്ഠിതമായ ഒരു നാടകമാണത്. CN ശ്രീകണ്ഠൻ നായരുടെ കലി, G ശങ്കരപിള്ളയുടെ കിരാതം കറുത്ത ദൈവത്തെ തേടി എന്ന നാടകം, അതുപോലെ കിരാതവും കറുത്ത ദൈവത്തെ തേടിയും, കാവാലം നാരായണ പണിക്കരുടെ സാക്ഷി, നരേന്ദ്രപ്രസാദിൻ്റെ സൗപർണിക ഇര, PM താജിൻ്റെ കുടുക്ക അഥവാ വിശക്കുന്നവൻ്റെ വേദാന്തം, രാവുണ്ണി, പെരുമ്പറ തുടങ്ങിയ നാടകങ്ങൾ പരീക്ഷണ നാടകത്തിൽ ഉൾപ്പെടുന്നു. ഏഴാമതായി പ്രശ്ന നാടകം, ഒരു പ്രശ്നത്തെ അധിഷ്ഠിതമാക്കുന്ന നാടകമാണ്. അതിലേറ്റവും പ്രശസ്തം N കൃഷ്ണപിള്ളയുടെ കന്യക, പിന്നെ കേസരിയുടെ ഇബ്സൻ്റെ കൃതി തർജ്ജിമ പ്രേതങ്ങൾ, ഇബ്സൻ്റെ ഗോസ്റ്റ് എന്ന കൃതിയുടെ തർജ്ജിമയായ പ്രേതങ്ങൾ, പിന്നെ VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, MRBയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, MB ഭട്ടതിരിപ്പാടിൻ്റെ ഋതുമതി, പിന്നെ ലളിതാംബിക അന്തർജനത്തിൻ്റെ സാവിത്രി അഥവാ വിധവാ വിവാഹം എന്നും പ്രശ്ന നാടകത്തിൽ ഉൾപ്പെട്ട് വരാം.
ഇനി എട്ടാമതായി നമ്മുടെ തനത് നാടകവേദിയെ പറ്റി അതിലെ നാടകങ്ങളെ പറ്റിയാണ്. CN ശ്രീകണ്ഠൻ നായരുടെ കലി അതിനകത്ത് ഉൾപ്പെടാം. പിന്നെ കാവാലമാണ്. കാവാലത്തിൻ്റെ നാടകങ്ങൾ ദൈവത്താർ, ഭഗവദ്ദജ്ജുകം, അവനവൻ കടമ്പ, തിരുവഴിത്താർ ഇതെല്ലാം തനത് നാടകവേദി എന്ന സങ്കല്പത്തിൽ ഉൾപ്പെടുന്നതാണ്. PM താജ് രചിച്ച പരമ്പര, കനലാട്ടം തുടങ്ങിയവ ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്നു. അതുപോലെ N പ്രഭാകരൻ്റെ പുലിജന്മം എന്നിവയും തനത് നാടകവേദിയുടെ നാടകങ്ങളാണ്. അതുപോലെ തെരുവ് നാടക സങ്കല്പം നമുക്ക് ഏറ്റവും പ്രശസ്തമാണത്. മലയാളി അല്ലെങ്കിൽ സഫ്ദർ ഹഷ്മിയും ജനനാട്യ മഞ്ജുവൊക്കെ നമുക്ക് പ്രശസ്തമാണ്. ഇനി മലയാളത്തിലേക്ക് വന്ന ഡ്രോപ്പ് എന്ന നാടക സംഘം ആദ്യമായി തെരുവ് നാടകം കോഴിക്കോട് അവതരിപ്പിച്ചു. അത് കൂടല്ലൂരിൽ മലയാളി കർഷകർ കുടിയിറക്കപ്പെട്ടപ്പോഴാണ് അങ്ങനെ ഒരു തെരുവ് നാടകം അവതരിപ്പിച്ചത്. അതുപോലെ KJ ബേബിയുടെ നാട്ടുഗദ്ദിക തെരുവ് നാടകമായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ട്. കരിവള്ളൂർ മുരളിയുടെ പടയോട്ടം, തത്തമ്മയെ പൂച്ച, അതുപോലെ ജോസ് ചിറമേലിൻ്റെ കുരിശിൻ്റെ വഴി, അതുപോലെ VK പ്രഭാകരൻ്റെ സൂക്ഷിക്കുക ജീവൻ വിലപ്പെട്ടതാണ്. ഇതെല്ലാം തന്നെ ഇങ്ങനത്തെ തെരുവ് നാടകങ്ങൾ പ്രശസ്തമാണ്. അതുപോലെ സ്ത്രീ നാടകവേദി എന്ന സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് 1890 കുഞ്ഞിക്കുട്ടി തങ്കച്ചി രചിച്ച അജ്ഞാതവാസം, തോട്ടക്കാട്ട് ഇക്കാവമ്മയുടെ സുഭദ്രാർജുനം, കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ്മ നാടകം, പിന്നെ VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, MRBയുടെ നാടകം, അതുപോലെ MB ഭട്ടതിരിപ്പാടിൻ്റെ ലളിതാംബിക അന്തർജനത്തിൻ്റെയും നാടകങ്ങളും ഒക്കെ സ്ത്രീ നാടകവേദിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇന്ന് സംസാരിച്ചത് നാടകത്തെ പറ്റിയൊന്നുമല്ല, ആ നാടകത്തിൻ്റെ ലിസ്റ്റുകൾ മാത്രമാണ് ഇന്ന് സംസാരിച്ചത്.